സിനിമയിൽ നമ്മൾ വില്ലന്മാരാന്ന് കരുതിയ പലരും ശരിക്കും വില്ലന്മാരായിരുന്നോ? ഇനി അവരായിരുന്നു യഥാർത്ഥ ഹീറോ എന്ന ലിസ്റ്റ് ഫസ്റ്റ് 2.2 എന്ന സിനിമയിലെ പക്ഷിരാജൻ എന്ന ക്യാരക്ടറാണ്. ഈ സിനിമ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പക്ഷിരാജൻ ആകുന്നതിന് മുമ്പ് വെറും രാജനായിരുന്നു. ഒരു പാവം അപ്പൂപ്പൻ. അദ്ദേഹത്തിന് പക്ഷികളെ ഭയങ്കര ഇഷ്ടമാണ്. ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു ബേർഡ് പാർക്ക് തന്നെയുണ്ട്. പെട്ടെന്ന് അവിടെ സെൽഫോൺ ടവറുകൾ വന്നു. അങ്ങനെ ടവറിന്റെ റേഡിയേഷൻ അടിച്ച് പക്ഷികൾ ഓരോന്നായിട്ട് ചത്തി വീഴാൻ തുടങ്ങി. സോ ഈ കഥയിലെ ഏറ്റവും മെയിൻ വില്ലൻ ആരാന്ന് ചോദിച്ചാൽ മൊബൈൽ ടവർ ആണ്. മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കണം എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ഒരുപാട് സമരമൊക്കെ നടന്നു. ബട്ട് അദ്ദേഹത്തെ അവിടുന്ന് അടിച്ചോടിക്കുന്നു. അവസാനം ഒരു സെൽഫോൺ ടവറിൽ തന്നെ അദ്ദേഹം തൂങ്ങി മരിച്ചു പോകും. അങ്ങനെ അദ്ദേഹം തിരിച്ച് ഏതാണ്ട് ഓറയോ ഗേറിയോ എന്നൊക്കെ കാണിച്ചു കൂട്ടി സിനിമയിൽ. ഫൈനലി വന്നിട്ട് ഉള്ള ടെലിഫോൺ ടവർ എല്ലാം കൂടി പറിച്ചെടുത്തങ്ങ് കളഞ്ഞു. അവസാനം ചിറ്റി വന്നിട്ട് ആൾക്ക് പിന്നെ റേഡിയേഷൻ ഒക്കെ കൂട്ടി കൊടുത്ത് കൊന്നിട്ട് മനുഷ്യരെ രക്ഷിക്കുകയാണ് എന്നതാണ് സിനിമയുടെ കഥ. പക്ഷെ ഈ സിനിമ നമ്മൾ ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പക്ഷിരാജന്റെ ഭാഗത്താണ് ന്യായമുള്ളത്. ഈ ലിസ്റ്റ് അടുത്തത് പുഷ്പ എന്ന സിനിമയാണ്. പുഷ്പ സിനിമയിലെ മെയിൻ വില്ലനായിട്ട് വരുന്നത് ഷിക്കാവത്ത് എന്ന ക്യാരക്ടറാണ്. ബട്ട് ഈ സിനിമയിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പുഷ്പ ഒരു ഗാങ്സ്റ്റർ ആണ്. ഗുണ്ടായിസം, ചന്ദനക്കടത്ത്, ഡീഫോറസ്റ്റേഷൻ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാം പൈസയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ഷിക്കാവത്ത് എന്ന ക്യാരക്ടർ ഇവരെ തടയുക എന്ന് തന്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. അത് മാത്രമല്ല, ഈ ഒരു ക്യാരക്ടറിനെ ഒരുപാട് അവമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം ഈ ക്യാരക്ടറിനെ ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് ജട്ടിയോടെ നിർത്തിച്ചു. അത് മാത്രമല്ല, പാർട്ട് 2 അന്ന് പാന്റ് അടിപ്പിച്ച് നാണം കെടുത്തേന് പുഷ്പ വന്നൊരു സോറി പറഞ്ഞാൽ മതി, എല്ലാം ഞാൻ മറന്നേക്കാമെന്നും ഫ്രണ്ട്സ് ആകാമെന്നും ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുഷ്പ സോറി പറയാൻ വേണ്ടിട്ട് ഒരു പാർട്ടി വിളിച്ച് ഇദ്ദേഹം ഇരിക്കുവാണ്. പാർട്ടി കഴിഞ്ഞപ്പോ പുഷ്പ വന്ന് സാറി എന്ന് പറഞ്ഞിട്ട് പോയി. എന്നാൽ ഷെഖാവത്തിന് ഇത് തന്നെ ധാരാളമായിരുന്നു. അത്രയും നല്ല മനുഷ്യനായിരുന്നു. എല്ലാം പറഞ്ഞിട്ട് ബൈ ബൈ പറഞ്ഞിട്ട് പോയി. എന്നിട്ട് പുഷ്പ തിരിച്ചു വന്ന് ഷെഖാവത്ത് കയറിയ വണ്ടിയെ കൊണ്ടുപോയി ഇടിച്ച് ആ വണ്ടിയെ കൊണ്ടുപോയി നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് തട്ടിവിട്ടിട്ട് ഷെഖാവത്ത് നീന്തി വന്ന് നോക്കിയപ്പോഴത്തേക്ക് പുഷ്പ സ്വിമ്മിംഗ് പൂളിന്റെ മുകളിൽ ഇരുന്നത് യൂറിൻ പൊക്കൊണ്ടിരിക്കുകയാണ്. ഒരു വില്ലനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അവമാനം. അവസാനം അപമാനം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്താണ് ഈ ക്യാരക്ടർ മരിച്ചു പോകുന്നത്. സത്യം പറഞ്ഞ ഇതിനകത്ത് ആരാണ് നല്ലവൻ, ആരാണ് വില്ലൻ?